എടുപ്പ് നടത്തിയതാണ്. അപ്പൊ അതിൽ അവസാന പോർഷനിൽ വൈഫ് വന്ന് സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, അതാണ് കേൾക്കേണ്ടത്. നല്ല വിഷമമുണ്ട്. അഖിലേ, ഞാൻ അംജിത്താണോ? ഇതാരാ? കേൾപ്പിച്ചത് മനസ്സിലായി ചേച്ചി, ഇത് അംജിത്താണോ അഭിജിത്താണോ ആരാന്നല്ല. അപ്പം ഒന്നിൽ കൂടുതൽ ആളുകളോട് ഈ പറഞ്ഞ വൈഫ് ഉൾപ്പെടെ സന്തോഷത്തോടും സ്നേഹത്തോടും പറയുന്നുണ്ട് പൈസ അയച്ചോ, ചേട്ടൻ ഇല്ലായ്മകൾ കൊണ്ടാണ് കാര്യങ്ങളാണെന്ന് സംസാരിച്ചുകൊണ്ടാണ് ഈ പൈസ ഇരന്ന് മേടിക്കുന്നതിന്റെ ഒരു രീതി, അതായത് ഫാമിലിയോട് അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് കാണിച്ചത്. ഇനി ഇദ്ദേഹത്തിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് പോവുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ നമ്മൾ അംഗമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെയാണ്: മകളെ ചേട്ടനോട് ഹെൽപ്പ് ചെയ്യുമോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. എങ്ങനെയാലും ഒന്ന് പെട്ടെന്ന് അയക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോടാ? 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പണി പാളുവോന്നൊരു സംശയം. നല്ല ടെൻഷനേ ഇരിക്കുക ഞാനും വൈഫൊക്കെ. അതുകൊണ്ടാ ഞങ്ങൾ ഉറങ്ങുള്ളൂ. ഞാനും വൈഫും വെയിറ്റ് ചെയ്യാണ്. നിന്റെ കാശ് വന്നിട്ടേ ഞങ്ങൾ ഉറങ്ങുള്ളൂ. അത്രത്തോളം ടെൻഷനിലിരിക്കുകയാണ്. അതുകൊണ്ടാണ്. കേട്ടില്ലേ? അതായത് ഇദ്ദേഹം പറയുന്നത് നിന്റെ പൈസ വന്നിട്ടേ ഞങ്ങളും ഞാനും എൻ്റെ ഭാര്യ ഉറങ്ങുള്ളൂ. നിരന്തരമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ 10-200 വോയിസ് നോട്ടിന് മേലുണ്ട് പലരോട് അയച്ചതും ഇതേപോലെ രീതിയിൽ പൈസ ചോദിക്കുന്നതും കാര്യങ്ങളും. ഇറന്ന് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണങ്ങൾ പറയുന്നത് കുഞ്ഞിന് വയ്യ, അമ്മായിപ്പൻ വയ്യാതെ ഹോസ്പിറ്റലാണ്, കാര്യങ്ങളാണ്, എനിക്ക് പൈസ അയച്ചു തരണം, പിന്നെ ചിലയിടത്ത് ദാനം കൊടുക്കാനാണ്. ചോദിച്ച് ഇഷ്ടം പോലെ. അതിൽ എന്നെ വിളിച്ച് പറഞ്ഞവർ പറഞ്ഞു, ചേട്ടാ 1 ലക്ഷം രൂപ കൊടുത്തവരുണ്ട്, 2 ലക്ഷം കൊടുത്തവരുണ്ട്, 10,000 കൊടുത്തവരുണ്ട്, 1000 കൊടുത്തവരുണ്ട്, 500 കൊടുത്തവരുണ്ട്. ഇതെല്ലാം ഇപ്പം തരാം, നാളെ തരാം, അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ചോദിച്ച് വാങ്ങിയിട്ട് ജീവിച്ചവർക്ക് പിന്നെ ഒരു സാധാരണ ജോലി, ഇപ്പോൾ ഫ്ലവേഴ്സ് ആരെങ്കിലും വല്ല ജോലി ഓഫർ ചെയ്യുക, അതിലൊന്നും ജീവിക്കാൻ കഴിയില്ല. അവർക്ക് സാമ്പത്തികം എത്ര കിട്ടിയാലും മതിയാവില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം ചോദിച്ചു മേടിക്കുന്നത്. സുധി, അതൊക്കെ കുറച്ച് ഓവറാണ്. നിന്റെ വീട്ടിൽ കഞ്ഞി വെക്കാനില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിനക്ക് പട്ടിണിയായിട്ട് നീ മേടിച്ച എമൗണ്ട് വളരെ ചെറുതായിരുന്നെങ്കിൽ ഞാനൊന്നും വന്നതിന് നിന്നെ കുറ്റം പറയില്ലായിരുന്നു. നീ ലക്ഷങ്ങൾ മേടിച്ചത് നിന്റെ ദുർനടപ്പ് അല്ലെങ്കിൽ നിനക്ക് ആഘോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വാങ്ങിയ പൈസയാണെന്നുള്ളത് നിന്റെ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. നേരം അത് നിന്റെ പേഴ്സണൽ കാര്യമാണ്. നീ 2 കെട്ടിയോ 3 കെട്ടിയോ 10 കെട്ടിയാലോ അല്ലെങ്കിൽ നീ വെളുപ്പ് തൊട്ട് വൈകിട്ട് വരെ വെള്ളം അടിച്ച് നടക്കുന്നൊന്നും കുഴപ്പമില്ല. പക്ഷെ ആരാന്റെ കാശിന് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് ഇതുപോലെ ജനങ്ങൾ തിരിച്ചു പറയുന്നത്. അപ്പൊ അത് കേൾക്കാൻ ബാധ്യസ്ഥനായപ്പോ ഇനി ഇതിൽ തന്നെ വൈഫ് ഇത്രയും സ്നേഹത്തോടുകൂടിയൊക്കെ സംസാരിക്കുന്ന അതേ വൈഫ് തന്നെ ചില ഭാഗങ്ങളിൽ തിരിച്ചു പറയുന്ന ചില സംഭവങ്ങളുണ്ട്. അതും കേട്ടു നോക്കാം നമുക്ക്. എടാ നീയൊക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. അംജിത്ത, നീ നീ ആരെ? ചേച്ചി വളരെ ചൂടിലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കാശ് തിരിച്ചു ചോദിച്ചു പോയല്ലോ. എടാ അംജിത്തെ, എന്നും കുന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും കിടക്കത്തില്ല. ഞങ്ങൾക്ക് പൈസ വരുമ്പോ ആ പെണ്ണിന്റെ 10-14 രൂപയേ ഉള്ളൂ. അതങ്ങ് ഞങ്ങൾ കയ്യിലോട്ടങ്ങ്. ഈ പറയുന്ന പൈസ കൊടുത്തതല്ല, ജസ്റ്റ് ഫോണിൽ പറയുന്നതാണ്. ആ സഹോദരിയും ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വീടിന്റെ മുന്നിൽ പോയി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തും ഇദ്ദേഹം പറയുന്ന ചില നല്ല വാക്കുകളുണ്ട്. അതായത് അവസാനം ഇതാകുമെന്ന് പറഞ്ഞപ്പോൾ സംസാരിക്കുന്ന രീതിയുണ്ട്. കാരണം എനിക്ക് ഇത് വലിച്ചു നീട്ടിക്കൊണ്ടു പോകാനായിട്ട് വലിയ താല്പര്യമില്ല. കാരണം ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ 10 പേരെങ്കിൽ 10 പേര് ഇനി ചതിക്കുഴി പോയി ചാടരുത് എന്നുള്ളൊരു ഉദ്ദേശമുള്ളൂ. അവസാനമായിട്ട് ഒരു വോയിസ് നോട്ട് കൂടി കേൾപ്പിച്ചു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇങ്ങെടുത്താ അത് ഞാൻ ആദ്യം മേടിക്കാം, എന്നിട്ട് ഞാൻ നിനക്കുള്ള പണി അങ്ങോട്ട് തരാം, കേട്ടോ? പക്ഷെ നീ എൻ്റെ അടുത്ത് ഈ 3-4 ദിവസമായിട്ട് കാണിച്ച ഊമ്പിത്തരത്തിന് നിന്റെ അടുത്ത് ദൈവം ചോദിച്ചോളൂ, കേട്ടോ? രണ്ടാമത്തെ അങ്ങോട്ടുള്ള പണി ഇങ്ങോട്ടുള്ള പണിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം, കേട്ടോ? ആദ്യം നീ ഇങ്ങോട്ട് പണിതാ, എന്നിട്ട് ഞാൻ നിനക്കിട്ടുള്ള പണി അങ്ങോട്ട് തരാം, കേട്ടോ? ഈ കാണിക്കണതുണ്ടല്ലോ, ആര് പറഞ്ഞിട്ടാണല്ലോ ശരി, ഈ ചെയ്യണ ദൈവദോഷത്തിന് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആർട്ടിസ്റ്റാണ് ഞാൻ. എൻ്റെ അടുത്ത് ഈ കാണിച്ച ദൈവദോഷത്തിന് നീ അനുഭവിച്ചില്ലെങ്കിൽ എൻ്റെ പേര് നീ മാറ്റിയിട്ടോ, നീ എന്നെ കൊല്ലം കൂതിന്ന് വിളിച്ചോ, കേട്ടോ? അപ്പൊ ഈ തുടക്കത്തിൽ നിങ്ങളോട് ഇത്രയും സംസാരിച്ച നല്ലവരെ ചേച്ചി അവസാനം പൈസ തിരിച്ചു വയ്ക്കാൻ തുടങ്ങുമ്പോൾ ചേച്ചിയുടെ ടോണും മാറിയിട്ടുണ്ട്. അത് വന്ന് സബിനാണേലും ആരാണേലും ഞങ്ങളായാലും പറഞ്ഞിട്ടാണോ പൈസ കൊടുത്തതും കാറ് കൊടുത്തതും ഒക്കെ? സുധിച്ചേട്ടൻ സെലിബ്രേറ്റ് ചെയ്യാ. പുള്ളിയുടെ കയ്യിൽ ഈ 1 വർഷമായിട്ട് ഇത്രയും ബുദ്ധിമുട്ടാ. അതൊന്നും അറിയാൻ നിങ്ങൾ വന്ന് തല വെച്ച് കൊടുത്തിട്ട് പിന്നെ എന്നോട് എന്തിനാ പറഞ്ഞത്? കറക്റ്റാണ് ചേച്ചി പറഞ്ഞത്.